പിന്റോ തെണ്ടി കൃത്യമായിട്ട് ഒരു പവനുണ്ടായിരുന്നു അങ്കിള്. അവൻ ആ സ്വർണവും പറ്റിച്ചിട്ടാ മുങ്ങിയത്. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. കാര്യം അവനെൻ്റെ നെവ്യൂ ആണെങ്കിലും യൂസ്ലെസ്സാണ്. ആളുകളെ എങ്ങനെയൊക്കെ പറ്റിക്കാം അതിൽ അവൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ മേടിക്കണം, ലെൻസ് മേടിക്കണം എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് സ്വർണം അവൻ മേടിച്ചത്. ആ പേരും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് അവൻ കുറേ കാശ് വാങ്ങിച്ചത്. എന്റെ സ്വർണം തന്നില്ലെങ്കിൽ കൊച്ചുമായിട്ട് വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോ ഒന്ന് പേടിച്ചിട്ടുണ്ട്. മോളെ അതൊക്കെ അവൻ്റെ ആക്ടിങ് ആവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ പേരും പറഞ്ഞ് എൻ്റെ ഒന്ന് കാശ് കടം വാങ്ങേണ്ടതായിരുന്നു. അവൻ വാങ്ങിച്ചിട്ടില്ല. അങ്കിളെ, എന്റെ സ്വർണം കിട്ടാൻ വല്ല വഴിയുണ്ടോ? കാശിനൊക്കെ ഭയങ്കര ടൈറ്റാ. വഴി നമ്മൾ ഉണ്ടാക്കണം. അവൻ്റെ മമ്മയുണ്ട്. സംഭവം എൻ്റെ സിസ്റ്ററാണെങ്കിലും അവനേക്കാളും കച്ചറയാണ്. ഇഷ്ടംപോലെ സ്വത്തുണ്ട്, ഇഷ്ടംപോലെ കാശുണ്ട്. നമുക്ക് ആ വഴിക്കൊന്നും നീങ്ങാല. അതെങ്ങനെ? അതായത് നമ്മൾ അവൻ്റെ മമ്മീനെ ഒന്ന് പേടിപ്പിക്കുന്നു. കാശ് കൊടുത്തില്ലെങ്കിൽ മകന്റെ കാമുകി മകന്റെ കൊച്ചായിട്ട് വരും എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞിട്ട് കൊച്ചായിട്ട് വരാൻ ആ തള്ള പറഞ്ഞാൽ ഞാൻ കൊച്ചിനെ എവിടുന്ന് ഉണ്ടാക്കും? ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. എന്നാ പിന്നെ കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് നമുക്കൊന്ന് പേടിപ്പിച്ചാലാ? കേസ് കൊടുത്താല് സ്വർണം കൊടുത്തതിന് തെളിവ് എന്തെങ്കിലും വേണ്ടേ? ഓ, അപ്പൊ പിന്നെ കൊട്ടേഷൻ കൊടുത്താലാ? കൊട്ടേഷൻ? യെസ്, അത് നല്ല പരിപാടിയാ. അത് തന്നെ. പക്ഷെ അതിന് കുറെ കാശാവില്ലേ? ഇല്ലെന്നേ, ഈ കൊട്ടേഷൻ അപ്രന്റീസുകൾക്ക് കൊടുത്താൽ മതി. പണി പഠിക്കാൻ ഇറങ്ങിയ ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അതാവുമ്പോ കംപ്ലീറ്റ് ആവും ചെയ്തോളൂ. ആരായാലും വേണ്ടില്ല, അവനിട്ട് 2 കൊടുക്കണം. എന്റെ അറിഞ്ഞാണം എന്റെ സ്വർണത്തിന്റെ കാശും കിട്ടണം. നമ്മുടെ കയ്യിൽ അതിന് ആളില്ലേ? നമ്മളെ പയ്യനുണ്ട്, അവനിങ്ങാട് ഞാൻ ഇറക്കും. ഹലോ, എന്റെ ഫോണാ? ഓ സോറി, ഇറ്റ്സ് മൈ ഫോൺ. ഹലോ, ഇതാണോ ഗുണ്ട? എൻ്റെ മോളെ, ആള് ബഹുകേവനാണ്, രാക്ഷസനാണ്. ഈ കൊട്ടേഷനെ കുറിച്ച് 2 ഗ്രന്ഥമുള്ളൂ. 2 എഴുതിയേക്കുന്നത് ഈ രാക്ഷസനാണ്. എന്റെ കാശ് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരാം രാക്ഷസൻ അങ്കിൾ. ഇതൊക്കെ നിസ്സാര കാര്യം. മോളുടെ സ്വർണം മാത്രമല്ല, കാശും കൂടി അവൻ കൊണ്ടുതരും. വേണ്ടി വന്ന് അവൻ്റെ പിടുക്കും. പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പം ചെറിയൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയതാണ് ഈ കൊട്ടേഷൻ പണി. രാക്ഷസൻ അങ്കിൾ, പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ ആട്ടെ, മോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. മുൻപ് ബാംഗ്ലൂരിലായിരുന്നു. ഓക്കെ ഗുഡ്. ഫസ്റ്റ് റൂൾ, ഡോക്ടർമാരോടും കൊട്ടേഷൻകാരോടും ഒന്നും മറച്ചു വെക്കരുത്. അല്ല, ഈ മോളുടെ സ്വർണ്ണം എങ്ങനെ പിന്റോൻ്റെ കയ്യിലെത്തിയത്? അതവൻ ബാംഗ്ലൂരിൽ വന്നപ്പോ ഞാൻ കൊടുത്തതാ. അതിന് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നാ? ഞങ്ങൾ അവിടെ ബാംഗ്ലൂരിൽ ഒന്നിച്ച് താമസിക്കായിരുന്നു. കല്യാണം കഴിക്കാണ്ട് ഒന്നിച്ച് താമസിക്കുന്ന? എടോ, ഇത് പഴയ കാലമല്ല, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. ട്രെൻഡ് കൊള്ളാം. കല്യാണം കഴിക്കാണ്ട് ഒരുമിച്ചുള്ള താമസം. ഈ ട്രെൻഡ് കേരളത്തിലില്ലേ? വിഷയം മാറ്റല്ലേ, വിഷയം മാറ്റല്ലേ. കൊച്ചിന്റെ സ്വർണം അതാണ് നമ്മുടെ വിഷയം. അതെടുത്തു കൊടുക്കാനുള്ള പരിപാടി പറ. കം ടു ദ പോയിന്റ്. മോളെ, അവൻ്റെ ഒരു ഫോട്ടോയും ഒരു ഡീറ്റെയിൽസും വിത്തിൻ 24 hours, 24 minutes, 24 seconds അവൻ്റെ കാശ് മോളുടെ അക്കൗണ്ടിലേക്ക് വീഴും. ഈ പറഞ്ഞ കക്ഷി മിസ്റ്റർ പിന്റോ ഇപ്പൊ എവിടെ കാണും? പിന്റോ ഇവിടെ ഇരിക്കണേണോ? അതെ, നീ എപ്പോഴും ആ ജോർജിന്റെ പിന്നാലെ നടക്കുന്നതല്ലേ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എനിക്ക് സാധനം തരാം. പിന്നെ എന്ത് വിചാരം, ജാതി, മതം, നാഷണാലിറ്റി ഒന്നും നോക്കണ്ടേ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം ഒന്ന് പെട്ടെന്ന് സെറ്റാക്കി തരുമോ? സിമ്പിൾ അല്ലേ, പക്ഷേ ചെറിയൊരു റിസ്ക് ഉണ്ട്. അങ്ങനെ പറയല്ലേ, ആ റിസ്ക് പിങ്ക് ഏറ്റെടുക്കണം. ലേഡീസ് എന്ത് പറഞ്ഞാലും ജാതി, മതം, നാഷണാലിറ്റി ഒക്കെ ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കും. എന്നാ ജോർജിനോട് പറഞ്ഞ് ഞങ്ങളുടെ കാര്യം ഒന്ന് സ്പീഡാക്കി തരുമോ? ഞാൻ എന്താണ് പറയുന്നത്? അതായത് എന്നെ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നും എന്നെ പോലെ ഒരു നല്ല കുട്ടിയെ അവന് വേറെ കിട്ടില്ല എന്നും എന്നെ പോലെ ഒരു നല്ല കുട്ടീനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര ലക്കിയാണെന്നും പറയണം.
ഈ ചീന കോലുമിട്ട് വന്നിട്ട് നോണ പറയാനാ? ഒരു തരി പോലും നുണയില്ല. എന്റെ എക്സ് ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഭയങ്കര ലക്കി ഗേളാണെന്ന്. ഒരാൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. സംഭവം ഞാൻ പറഞ്ഞവന് വേറെ നോക്കാനില്ല. പിന്നെ ഒരു പ്രശ്നമുള്ളത് അവന്റെ മമ്മിയാണ്. അപ്പൊ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. അതിന് ഞാൻ അവന്റെ മമ്മീനല്ലല്ലോ കെട്ടണം, അവനല്ലേ. എന്നാലും കെട്ടിക്കേറ ചില ആളെ വീടല്ലേ അത്. എന്റെ പട്ടി പോവും അങ്ങോട്ടേക്ക്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ജോർജും വേറെ വീട് എടുത്തിട്ട് താമസിച്ചോളും. അവന്റെ മമ്മിക്ക് പ്രായമൊക്കെ ആയിട്ട് വന്നേണ്ട. പ്രായമായവരെ നോക്കാനാണ് ഹോം നേഴ്സ് ഉള്ളത്. അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോമിൽ നോക്കണം. ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണല്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഭയങ്കര ലക്കി ഗേളാണെന്ന്. എന്തായാലും റീമ വീട്ടിൽ ചെന്ന അവന്റെ മമ്മിക്കായിരിക്കും ഏറ്റവും ലക്ക്. ഞാൻ എന്തായാലും ജോർജിന്റെ അടുത്ത് സംസാരിക്കട്ടെ. സംസാരിച്ച പോരെ പിന്നോ, ശരിയാക്കണം. കൈയ്യട് ഫോമിന്. ഹലോ പിന്റു, നീ എവിടെയുണ്ട്? ആങ്ങളെ പറ. ഒന്ന് അത്യാവശ്യമായിട്ട് കാണണല്ലോ. ആങ്ങളെ ഞാൻ ഇപ്പൊ വരാം. അതെ, ഫ്രാൻസ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നാ പറയണത്. എന്ത് പറ്റി? എന്തോ ആൻജോ പ്ലാസ്റ്റർ ഓഫ് പാരീസാ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. കുറെ പൈസ വേണ്ടി വരും. ജോർജിനോട് ചോദിക്കി. ജോർജൊക്കെ ഇപ്പൊ ബ്രോക്കാണ്. ഇനി ഒരു കാര്യം ചെയ്യും, ആ മാല ഉരുത്താ 2 ദിവസത്തേക്ക്. എന്തായാലും ജോർജിന്റെ ലക്കി കേളല്ലേ. സ്കാനിങ് കഴിട്ടാ ഹോസ്പിറ്റലിലേക്ക്. ഞാനേ കാശ് ഒപ്പിച്ചിട്ട് വിളിക്കാം, നീ അപ്പൊ വന്നാ മതി. എന്താണ് വിളിച്ചത്? നിന്നൊന്ന് കാണാനാടാ, ഇങ്ങോട്ട് വാടാ. ഇപ്പൊ കണ്ടില്ലേ? അതെ, ഈ ഗോൾഡിന് ഇപ്പൊ എന്ത് റേറ്റ് ഉണ്ടാവളെ? വിൽക്കാനാണോ പണയം വെക്കാനാണോ? തൽക്കാലം പണയം വെച്ചാൽ മതി. അപ്പൊ അവന് ഏതാണ്ട് 1 ലക്ഷം രൂപ എടുത്ത് കിട്ടേണ്ടതാണ്. എന്തിനാടാ? നമ്മുടെ ആ ജോർജിലാണ് ചെറിയ ക്യാഷിന്റെ ഒരു എമർജൻസി. ഓ, അപ്പൊ പിന്നെ പണയം വെച്ചാൽ മതി, പിന്നീട് എടുത്തു കൊടുക്കാലോ. പിന്നെ എത്ര പവനുണ്ടാ? നോക്കിയിട്ടില്ല, അവളിപ്പോ തന്നേ ഉള്ളു. അവളാ? അവനിപ്പോ തന്നേ ഉള്ളു. ആവട്ടെ, ഒന്ന് കൊടുത്തേ. ഓ, ചെറുതാണ്, എന്നാലും ചിലപ്പോ ഒരു തൂക്കുണ്ട്. 1 ലക്ഷം രൂപയൊക്കെ കിട്ടുമായിരിക്കും. എടാ, നിന്നെ അന്വേഷിച്ച ഒരു സുന്ദരി കൊച്ചു വന്നല്ല. ഒബ്വിയസ്ലി സുന്ദരിമാർക്ക് ഞാൻ എന്നൊരു വീക്ക്നെസ് ആണല്ല. അത് ശരിയാണ്, ഒരു വീക്ക് കിട്ടാനുള്ള ചാൻസ് നിനക്ക് കാണുന്നുണ്ട്. എടാ, ഈ കൊച്ചേ ബാംഗ്ലൂരിൽ നിന്നാണല്ലോ വന്നത്. ആ കൊച്ചിനും സ്വർണത്തിന്റെ എന്തോ ആവശ്യമാടാ? അതെ. അതെന്തായാലും അവിടെ മാലിങ്ങനെ പണയം വെച്ചിട്ട് അവന് പൈസ കൊടുക്കാനുള്ള. അതിപ്പോ നമ്മൾ കൊടുത്താലും പോരെ? മതിയല്ലോ. കളിക്കല്ലേ, പോട്ടെ. എടാ, ജോർജിനല്ലടാ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന മെൽഡക്ക് അവക്ക് കൊടുക്കായത്. അതാരാണ്? അച്ചോടാ, അറിയൂലല്ലേ? എന്നാ പിന്നെ നിന്റെ മമ്മിയുടെ അടുത്തൊന്ന് പോയി കാണാൻ പറഞ്ഞു അവളോട്. ഞങ്ങളെ ശവത്തേക്കൊത്തല്ലേ അപ്പൊ അറിയാ നിനക്ക്. എന്നാ കാര്യം പറ, മെൽഡക്ക് എന്ന് കാശ് കൊടുക്കും. സത്യമായിട്ട് ഈ മാല അതിനുള്ള ഇത് ഞാൻ പണയം വെച്ചിട്ട് മെല്ലടെ പൈസ കൊടുത്തോളാം. അപ്പോ നിങ്ങളുടെ കൊച്ചിന്റെ കാര്യം എന്താണ്? എന്റെ പൊന്നങ്ങളാവുന്ന എന്റെ കൊച്ചല്ല, അവളെ എന്നെ പറ്റിക്കാനും പേടിപ്പിക്കാനും കേട്ട് കുറച്ച് പറഞ്ഞിറക്കുന്നു. ആണാ? എടാ, നിന്റെ ഉടായ്പ നിർത്തിക്കോ. നീ ബേഡിക്കൊരു 25,000 രൂപ കൊടുക്കാനില്ലേ? ബേഡിയല്ലേ, ആ പൈസ ഞാൻ തരും. എപ്പ തരും? ഈ മാല പണയം വെച്ച് അപ്പൊ തന്നെ ഞാൻ കൊണ്ടു തരും. നീ തൽക്കാലം പണയം വെക്കണ്ട, ആ കൊച്ചിനെ തന്നെ വിളിക്കാം, അവള് പറയട്ടെ. മെൽഡേ മോളെ വാ. ഹായ് മെൽഡ, ഹൗ ആർ യു? ലോങ് ടൈം നോ സീ. മോളെ, ഇത് പണയം വെച്ച് കാശ് എടുക്ക, ബാക്കി വരുന്ന കാശ് എന്നെ ഏൽപ്പിച്ചാൽ മതി. ഇവൻ കുറച്ച് കാശ് കടം വരുത്തി വെച്ചിട്ടുണ്ട്, അത് തീർക്കണം. ഇതിപ്പോ എനിക്ക് കുറേക്കാളൊന്നും ഇല്ലല്ലോ ബാക്കി. നീ മറിച്ചതിന്റെയാണ് ഈ കാണുന്നത്. ഹലോ റിമ. ഫ്രാൻസ് ഞങ്ങൾ ഇപ്പോൾ ഐ സി തന്നെയാണ്. പിന്നെ ആ മാലയില്ലേ, അത് ഞാൻ ആ റാൻസ് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് ബേഡി, ഞങ്ങൾ പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും പുള്ളിക്കാരനെ വിളിച്ചാൽ മതി എന്നാ പറഞ്ഞേക്കണം. അപ്പോൾ ഓക്കെ, ബൈ.